ഗൈസ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ഒരു കറി ആയാലോ. 1 കപ്പ് കടലപ്പരിപ്പ്, 3/4 കപ്പ് തൂരപ്പരിപ്പ് എടുത്ത് നന്നായി കഴുകി 1 മണിക്കൂർ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കാം. ഒരു വലിയ സൈസ് പുളി, അതും 1 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് 3 ഉണക്കമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 3 അല്ലി വെളുത്തുള്ളി, സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ്, ആവശ്യത്തിന് ഉപ്പ്, കായത്തിന്റെ പൊടി 1 ടീസ്പൂണും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇതിലോട്ട് 2 സവാള ചെറുതായി കട്ട് ചെയ്തത്, 1/2 കപ്പ് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് ചെറിയ ചെറിയ ബോളുകളായി പിടിച്ച് ഇഡ്ഡലി പാത്രത്തില് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി ഒരു 30 മുതൽ 40 ചെറിയുള്ളി, ഒരു 10-15 വെളുത്തുള്ളി ഇത് ക്രഷ് ചെയ്തെടുക്കാം. ഒരു കടായിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർക്കുക. 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് വാട്ടിയെടുക്കുക. അതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായി വാട്ടി കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. തക്കാളി സവാളയൊക്കെ നന്നായി വാടിയതിനു ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുളമ്പ് മുളകാപ്പൊടി. കുളമ്പ് മുളകാപ്പൊടിയുടെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും നോക്കാം. മസാല സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പുളി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി അരമുറി തേങ്ങ, 1 സ്പൂൺ പെരിഞ്ജീരകം കൂടി മിക്സിയുടെ ജാറിൽ അടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തിളയ്ക്കാൻ അനുവദിക്കുക. അതായത് നമ്മുടെ ഈ ചാറുകറി കുറുകി നല്ല ഒരുവിധം കുറുകി വരണം. നന്നായി 5 മിനിറ്റ് നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പുരുണ്ട ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റോളം ബോയിൽ ചെയ്യിക്കുക. ഇതിലോട്ട് 1 ടീസ്പൂണ് ശർക്കര പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അവിടെ കിടന്ന് 15 മിനിറ്റോളം വേവട്ടെ. ചോറിന്റെ കൂടെ, ചപ്പാത്തി, ദോശ, ഇഡ്ഡലി എല്ലാത്തിന്റെ കൂടെ കഴിക്കുക, സൂപ്പറാണ്. ഇനി ഇതിലോട്ട് 1 കൈപ്പിടി ഫുള്ളും മല്ലിയില ചേർത്ത് കൊടുക്കണം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ കറി വെറൈറ്റി, എന്നും സാമ്പാറും പുളിക്കറിയൊക്കെ അല്ലേ, ഇതുപോലെ ഒരു കറി ഉണ്ടാക്ക്. പരിപ്പുരുണ്ട കറി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കറിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യാതെ ഉണ്ടാക്കിയിട്ട് ആദിലക്ഷ്മി കിച്ചൺ വേൾഡിൽ കമന്റ്സ് അറിയിക്കാം. സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ ചോറിന്റെ കൂടെ കഴിക്കാൻ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറാണ്. അപ്പൊ ഇനിയും പുതിയ പുതിയ റെസിപ്പികളായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ആദിലക്ഷ്മി കിച്ചൺ വേൾഡ് കാണാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.